എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കും. ആ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്നുള്ളത്, അതായത് കൺഫേം ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വാക്കൻസി ഇല്ലാത്ത ഓപ്ഷൻ കൂടി നൽകാവുന്നതാണ്. അത് വാക്കൻസി ഉള്ള സ്കൂളുകളിലും അതുപോലെ തന്നെ വാക്കൻസി ഇല്ലാത്ത സ്കൂളുകൾ, അതായത് നിങ്ങൾ ഈ ഒരു വാക്കൻസി ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കോഴ്സുകൾക്ക് അവിടെ സീറ്റ് ഒഴിവില്ലാത്തതായിട്ട് കാണാം. അത് വാക്കൻസി ഇല്ലാത്തതായിട്ട് 0 എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് കൂടി വെക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നടക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷമുള്ള വേക്കൻസിയിലേക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാക്കൻസി ഇല്ലെങ്കിൽ കൂടി ആ ഒരു ഓപ്ഷൻ വെക്കാവുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ട്രാൻസ്ഫറിന് ശേഷമുള്ള സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷകൾ ഇന്നാണ് അവസാനിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് താല്പര്യമെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കൂടി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷിക്കുകയും എന്നാൽ അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷ ഇതുവരെ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് സപ്ലിമെൻ്ററിയും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടും വരിക. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു അപേക്ഷ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് അറിയാനായിട്ട് യൂസർ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം അതിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വരുന്നുണ്ട്. അത് ഏകദേശം ജൂലൈ 10-ാം തീയതിയോടെയാണ് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു ട്രാൻസ്ഫറിന്, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിനുശേഷം ഈ ഒരു 0 വേക്കൻസി ആയിട്ടുള്ള ആ ഒരു സീറ്റുകളിലേക്ക് ചിലപ്പോൾ ആ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മറ്റൊരു സ്കൂളിലേക്കൊക്കെ കുട്ടികൾ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വേക്കൻസി വരികയും അതിനുശേഷം പിന്നീട് വരുന്ന സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിലെ സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് സ്കൂൾ ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.